ശരിക്കും ഇന്ന് ശ്രീകണ്ഠീരവിലെ നീലക്കഴുകന്മാർ വാരിക്കുഴി വെട്ടി കാത്തിരിക്കുകയായിരുന്നു. മുറിവേറ്റ കൊമ്പനെ ആ കുഴിയിലേക്ക് വലിച്ചിട്ട് കഴുത്തറുത്ത് ശരീരം പല ഭാഗങ്ങളായി കഷണം കഷണം മുറിച്ച് ബിരിയാണി വെച്ച് തങ്ങളുടെ ആരാധകർക്ക് ആന ബിരിയാണി കൊണ്ട് ഫീസ്റ്റ് നൽകാനായിരുന്നു ബംഗളൂരുവിലെ കഴുകന്മാരുടെ പദ്ധതി. പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. വാരിക്കുഴി വെട്ടി കാത്തിരിക്കുന്നത് ശരിയായിരുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കറുത്ത ദിനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒരു അടി നെറുകം തലയ്ക്ക് കിട്ടിയാൽ കൊമ്പനങ്ങ് വീണുപോകും. പക്ഷെ അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നു. അത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന മനുഷ്യനായിരുന്നു. കാരണം ബംഗളൂരുവിലെ കഴുകന്മാർ വാരിക്കുഴി വെട്ടിയ ശ്രീകണ്ഠീരവയെ തന്റെ കൈവെള്ളയിൽ എന്ന വണ്ണം അയാൾക്കറിയാമായിരുന്നു. അയാളെക്കാൾ മികച്ചതായിട്ട് ആർക്കും ശ്രീകണ്ഠീരവയെ അറിയില്ല. ബംഗളൂരു FC ഇന്ന് കാണുന്ന ബംഗളൂരു ആക്കുന്നതിനുള്ള വഴി വെട്ടിയ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പമുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കോച്ചാണ്. അതെ, ഇന്ന് കാണുന്ന ബംഗളൂരു FC ഐ ലീഗ് ജേതാക്കന്മാരാക്കുകയും ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കുകയും എല്ലാം ചെയ്ത് ബംഗളൂരുവിനെ രാജകീയമായ യാത്രയിലേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ വിഖ്യാതനായ പരിശീലകൻ, അവരുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്ഥാപിച്ച പരിശീലകൻ, ശ്രീകണ്ഠീരവയിലെ അടിസ്ഥാന ശിലകൾ പാകിയ മനുഷ്യൻ, ആ മനുഷ്യൻ കൊമ്പന്മാരുടെ തന്ത്രങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം കഴുകന്മാർ മറന്നുപോയി. ശ്രീകണ്ഠീരവയിൽ ആഷ്ലി വെസ്റ്റ്വുഡിന് മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അത് ഏത് കാലത്തായാലും താൻ വളർത്തിയ മണ്ണിൽ തൻ്റെ പുതിയ പിള്ളേരെ വാരിക്കുഴി വെട്ടി വീഴ്ത്താൻ ആഷ്ലി വെസ്റ്റ്വുഡ് സമ്മതിച്ചില്ല. ശരിക്കും ഇന്നത്തെ വിജയം ആഷ്ലി വെസ്റ്റ്വുഡ് തൻ്റെ കണ്ഠീരവയിൽ നേടിയെടുത്ത ഡോമിനേഷൻ തന്നെയാണ്. അയാളേക്കാൾ മികച്ചതായി, അയാളേക്കാൾ നന്നായി അയാൾ കൈവെള്ളയിൽ വെച്ച് വളർത്തിയ ആ യുദ്ധഭൂമിയെ ആർക്കും അറിയില്ല. അതെത്ര കൊടികെട്ടിയ തന്ത്രജ്ഞൻ വന്നാലും അത് സ്ഥാപിച്ച സ്ഥാപകന്റെ സ്ഥാനകോണുകളിൽ നിന്നും അനങ്ങുകയല്ല. യെസ്, ആഷ്ലി വെസ്റ്റ്വുഡ് വിൻ ഫോർ ദി മാച്ച്.